ഓടിക്കിതച്ചാണ് ട്രെയിനിൽ വന്ന് കയറിയതെങ്കിലും ട്രെയിൻ വീണ്ടും 1 മണിക്കൂർ ലേറ്റായിട്ടാണ് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തത്. ചുരുക്കിക്കൂട്ടി പറഞ്ഞാൽ 1 മണിക്കൂർ ലേറ്റ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്നായി വിശക്കാൻ തുടങ്ങിയേ. ഓമി വാങ്ങിത്തന്ന 1 ലിറ്റർ വാട്ടർ ബോട്ടിലല്ലാതെ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി പേടിച്ച യാത്രയാണ് ഇത്. ഈ ട്രെയിൻ ഹൈദരാബാദിന് പോകുന്ന ട്രെയിനാണ്. ഇതിൽ ആകെ ഒരു AC കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളേ. അതിലാണ് ഞാനുള്ളത്. എന്നാൽ ഇതിൽ അധികം റിസർവേഷൻ ഇല്ല. എൻ്റെ തൊട്ടടുത്ത 2 ക്യൂബിക്കിളിലും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കണ്ണുപോലും അടയ്ക്കാതെ 2.5 മണിക്കൂർ നോക്കിയിരുന്നാണ് ഈ യാത്ര അവസാനിപ്പിച്ചത്. ഏകദേശം 11:30 കൂടിയാണ് ട്രെയിൻ സോളാപൂർ എത്തിയത്. അടുത്ത ഒരാഴ്ചത്തേക്ക് മക്കൾക്കും പെറ്റ്സിനും വേണ്ടുന്ന എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിനിടയ്ക്ക് ഞാൻ ലഞ്ച് കഴിക്കാൻ മറന്നു പോയിരുന്നു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. എനിക്ക് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ വെളുപ്പിന് 3:45 ഈ സ്റ്റേഷനിൽ എത്തുക. ട്രെയിൻ ഇറങ്ങിയ ശേഷം ഞാൻ നേരെ പോയത് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കാണ്. ഈ സ്റ്റേഷന് മുമ്പിലുള്ള എല്ലാ കടകളും 24 മണിക്കൂറും വർക്കിംഗ് ആണ്. അപ്പോൾ ഡിന്നറിന് എന്തെങ്കിലും പുറത്തു പോയി പാഴ്സൽ വാങ്ങിക്കൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സ്ഥലത്ത് മറാഠിയും ഉറുദു ചേർന്ന ഹിന്ദിയുമാണ് സംസാരിക്കുന്നത്. ഇത് രണ്ടും അറിയത്തില്ല എന്ന ഒരു അഹങ്കാരവും എനിക്കില്ലേ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നതിന് ശേഷം ഞാനൊരു കട കണ്ടുപിടിച്ചേ. ഞാനൊരു വെജ് പുലാവ് ഓർഡർ ചെയ്തേ. മറ്റ് കടകളിലെല്ലാം നോക്കിയപ്പോൾ ബ്രെഡ് ഓംലേറ്റ് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലേ. ഫൈനലി ഞാൻ ഓർഡറാക്കിയ എൻ്റെ പുലാവ് വന്നേ. കൂട്ടത്തിൽ സലാഡും ഉണ്ടായിരുന്നേ. വിശപ്പിൻ്റെ ആക്രാന്തത്തിൽ 1, 2, 3 സ്പൂൺ റൈസ് എടുത്ത് ഞാൻ വേഗം കഴിച്ചേ. കണ്ണീരിനൊപ്പം കണ്ണീച്ച, തേനീച്ച, പൊന്നീച്ച തുടങ്ങിയവരെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് റൈസിന് നല്ല എരിയാണ്. അത് അവരുടെ മിസ്റ്റേക്കല്ല. ഈ സ്ഥലത്തുള്ള ആൾക്കാർ നന്നായിട്ട് എരി കഴിക്കുന്ന കൂട്ടത്തിലാണ്. കുറച്ച് സലാഡ് എടുത്ത് കഴിച്ചാൽ എരി കുറയുമെന്ന് തോന്നി അങ്ങനെ ചെയ്തേ. അപ്പോഴാണ് മനസ്സിലായത് അതിലൊരു പായസത്തിന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര അവർ ചേർത്തിട്ടുണ്ട്. ഈ എരി എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് കരുതി ആക്കിയതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വെയിറ്ററെ വിളിച്ച് കുറച്ച് ഗ്രേവി കിട്ടുമോ എന്ന് ചോദിച്ച് അയാൾ കൊണ്ടുതന്ന ഗ്രേവിയിൽ ഞാൻ പകുതി റൈസ് എങ്ങനെയെങ്കിലും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ വെയിറ്റർ എന്നോട് ചോദിക്കുന്നത് ബാക്കി റൈസ് കെട്ടി പാഴ്സലാക്കി തരട്ടെ എന്ന്. വേണ്ട ചേട്ടാ, ബില്ല് മാത്രം മതിയെന്ന് പറഞ്ഞേ. ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്നെക്കുറിച്ച് ഓർത്തപ്പോൾ അഭിമാനം തോന്നിയേ. ഞാൻ 100% ഇൻഡിപെൻഡൻ്റ് ആയതുപോലെ ഒരു തോന്നലേ. ഈ വർഷം ഞാൻ നാട്ടിലേക്ക് നടത്തുന്ന 5ാമത്തെ യാത്രയാണ് ഇത്. ജനുവരിയിലെ ആദ്യ യാത്ര ഞാൻ വളരെ പേടിച്ചാണ് നടത്തിയത്. പക്ഷേ ഇന്നെനിക്ക് ഒരു തരത്തിലുള്ള പേടിയോ ടെൻഷനോ ഇല്ല. അതുമാത്രമല്ല, ഞാൻ ജനിച്ചപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ജനിച്ചത്. നാളെ ഞാൻ മരിക്കുന്ന സമയത്തും ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള യാത്രയിൽ ആരുണ്ടായാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. 170 രൂപയാണ് വെജ് പുലാവിന് ബില്ലായത്. അങ്ങനെ ഞാൻ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് ബാലൻസൊക്കെ വാങ്ങി. ഇനി അടുത്തത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിന് തൊട്ട് മുൻപിലായിട്ടാണ് ഈ കടയുള്ളത്. അതുകൊണ്ട് പേടിക്കാനും ഒന്നുമില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഫ്രൂട്ട് സലാഡ് കൂടി കഴിച്ചാൽ എന്താണെന്ന് തോന്നിയേ. പക്ഷേ ഉള്ളിലുള്ള വെജ് പുലാവ് എരിയും. പിന്നെ പാലും കൂടി പിരിഞ്ഞ് വയറ്റിന് എന്തെങ്കിലും പറ്റിയാൽ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് നടന്നേ. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയോടടുത്തായിട്ടുണ്ട്. ഇനിയും 4 മണിക്കൂർ കൂടി ഇവിടെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ട്രെയിൻ എത്തുകയുള്ളേ. റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഒരു വെയിറ്റിംഗ് റൂമുണ്ട്. മണിക്കൂറിന് 20 രൂപ എന്ന നിരക്കിൽ പേയ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ ട്രെയിൻ വരുന്നത് വരെ ഇതിനുള്ളിലിരിക്കാം. എൻ്റെ ട്രെയിൻ വരാൻ ഇനി 4 മണിക്കൂറാണുള്ളത്. അങ്ങനെ ഞാൻ 80 രൂപ പേയ്മെൻറ്റ് ചെയ്ത് അടുത്ത 4 മണിക്കൂർ ഇവിടെ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനുള്ളിൽ കോഫി ഷോപ്പ്, വാഷ്റൂം തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതുമാത്രമല്ല, ലഗേജ് 4 മണിക്കൂർ സേഫായിട്ടിരിക്കും. പിന്നെ ഇരുന്നുകൊണ്ടൊന്ന് കണ്ണടച്ച് ഉറങ്ങിയാലായി.
ലാസ്റ്റ് മാർച്ചിൽ ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഇതുവഴി ഇതേ ട്രെയിനിലാണ് യാത്ര ചെയ്തത്. അന്ന് ഞാൻ ഇവിടെ വന്ന് വെയിറ്റിംഗ് റൂമിൽ 4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വാഷ്റൂമിലൊക്കെ പോയി അങ്ങനെ ഒരു 3-3.5 മണിക്കൂർ ഞാൻ ഇതിനുള്ളിൽ തന്നെ ഇരുന്നു. പിന്നെ മൂട്ടിൽ വേര് പിടിക്കുമെന്നൊരു തോന്നലുണ്ടായപ്പോൾ പതുക്കെ അവിടെ നിന്നും പുറത്തിറങ്ങി അരമണിക്കൂർ പുറത്ത് വെയിറ്റ് ചെയ്തേ. അപ്പോഴേക്കും എൻ്റെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻ്റായി 3ാമത്തെ പ്ലാറ്റ്ഫോം വരെ പോകണം. അങ്ങനെ ഞാൻ വേഗം 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വെച്ച് പിടിച്ചേ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മൊത്തം മലയാളികളും തമിഴിയൻസും പിന്നെ കുറച്ച് ആന്ധ്രാക്കാരുമൊക്കെ ആയിട്ട്. ദേ ആ വരുന്ന വെട്ടം കണ്ടു, അതാണ് എൻ്റെ ട്രെയിൻ. ഇത്രയും സമയം ഒരു പണിയുമില്ലാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറിപ്പറ്റി എൻ്റെ സീറ്റൊന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന ഒറ്റ വിചാരമേ ഉള്ളേ. ഇതിൽ B3യിൽ വരുന്ന ഒരു സൈഡ് ലോവർ സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 4 മണിയോടടുത്തായേ. ഈ ട്രെയിൻ പൂനെയിൽ നിന്നും വരുന്നതാണ്, കന്യാകുമാരിയിലേക്ക് പോകുന്നതാണ്. ഇത് മഹാരാഷ്ട്രയിൽ നിന്നും ഇനി കർണാടകയിൽ കയറി പിന്നെ കുറച്ച് ദൂരം ആന്ധ്രയിൽ സഞ്ചരിച്ച് അതിനുശേഷം തമിഴ്നാട് വഴി മറ്റന്നാൾ രാവിലെ കൊല്ലത്തെത്തുമേ. വീണ്ടും ചതി. B3 പറഞ്ഞ സ്ഥലത്തല്ല വന്നത്, കുറച്ചുകൂടി മുൻപോട്ടായിട്ടാണ് എൻ്റെ B3 ഉണ്ടായിരുന്നത്. അങ്ങനെ ഓടിക്കിതച്ച് ഞാൻ അതിൻ്റെ വാതിലിലെത്തിയപ്പോൾ കുറേ പേര് ഇറങ്ങാനുണ്ടായിരുന്നു. അവരെല്ലാം ഇറങ്ങുന്നിടം വരെ വെയിറ്റ് ചെയ്ത് ഇനി എങ്ങനെയെങ്കിലും ഇതിനുള്ളിലൊന്ന് കയറി പറ്റണം, എൻ്റെ സീറ്റിൽ പോയി കിടന്ന് സുഖമായി ഉറങ്ങണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ.